ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്ന് ഫ്രൈഡേ ഫുഡിൽ 2 നെയ്മീൻ മേടിച്ചിട്ടുണ്ട്. നല്ല കുട്ടനാടൻ കുടംപുളിയിട്ട ഷാപ്പ് കറി വെക്കാൻ വേണ്ടി. ഞങ്ങളുടെ ഒരു കുട്ടനാടൻ സുഹൃത്തുണ്ട് കേട്ടോ. പുള്ളിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നതും അത് വൃത്തിയാക്കുന്നതും എല്ലാം പുള്ളി തന്നെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. പുള്ളിയെ സഹായിക്കാൻ ആരും വേണമെന്നില്ല, പുള്ളി ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യും. പുള്ളി അതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞു. ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കപ്പ വേവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടി ഞങ്ങൾ കപ്പ എടുത്ത് കഴുകി വൃത്തിയാക്കുന്നു. ഇതെല്ലാം റെഡിമെയ്ഡ് കപ്പയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെല്ലാം വൃത്തിയാക്കി എല്ലാം എടുത്തു വെച്ചു. അതിൻ്റെ കൂടെ തന്നെ എല്ലാം മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരിയുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത സുഹൃത്ത് ഹെൽപ്പറാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുടംപുളിയുണ്ട്. ഇതിനെല്ലാം അവിടെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ പാചകക്കാരൻ പാചകത്തിലേക്ക് മാറി. പുള്ളി ഇങ്ങനെ വാരിക്കോരി ഇങ്ങനെ മസാലകൾ ഇട്ടുകൊണ്ടേ ഇരിക്കുക. നമുക്ക് തോന്നും ഇങ്ങനെ വാരി ഇട്ട് കഴിഞ്ഞാൽ ഈ മസാലകളെല്ലാം കൂടി പോകത്തില്ലയോ എന്ന്. അല്ല, പുള്ളിക്കൊരു കണക്കുണ്ട്. ആ കണക്കും പ്രകാരം തന്നെയാണ് വലിയ വലിയ പാചകക്കാർ ചെയ്യുന്നതേ പോലെ തന്നെയാണ് പുള്ളിയും ചെയ്യുന്നത്. ഷാപ്പിലൊക്കെ ഇതിനുള്ള പരിചയമുള്ളതല്ലേ. ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് വെച്ച് കാണുമ്പോൾ അറിയാം. ഇതിനെ നല്ല കുഴമ്പ് പരുവത്തിലാക്കിയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ അതിനകത്തിട്ട് പുള്ളി ഇളക്കി എടുക്കുന്നുണ്ട്. നല്ല വെള്ളം ഒഴിച്ച് ഒന്ന് കൊഴുപ്പിച്ചെടുക്കാനുള്ള പരുവത്തിലാണ്. നല്ലപോലെ ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. അങ്ങനെ മീനെല്ലാം ഒരുവിധമായ സ്ഥിതിക്ക് കപ്പ വെന്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കപ്പ റെഡിയായി. അതിനകത്ത് കപ്പയ്ക്കുള്ള മസാലകളെല്ലാം ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ കടുക് പൊട്ടിച്ചും മുളക് പൊട്ടിച്ചും അതിനകത്ത് മിക്സ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ കപ്പയും കുളമ്പുളിയിട്ട ഷാപ്പ് കറി, കുട്ടനാടൻ ഷാപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ആഹാ,